മനുഷ്യവാസമില്ലാത്ത സമുദ്രമധ്യത്തിൽ ഒറ്റപ്പെട്ട ഒരു കൊച്ചു ദ്വീപ്. അവിടെ 140 വർഷം നീണ്ടുനിന്ന ഒരു വിചിത്രമായ അതിജീവനത്തിന്റെ കഥ പറയാനുണ്ട്. 5-ൽ നിന്ന് 2000-ആയി പെരുകിയ, കാലം ചെല്ലുന്തോറും വലുപ്പം കുറഞ്ഞുപോയ ഒരു കന്നുകാലിക്കൂട്ടത്തിന്റെ ചരിത്രം. ദക്ഷിണേന്ത്യൻ മഹാസമുദ്രത്തിലെ അഗ്നിപർവ്വത ദ്വീപായ ആംസ്റ്റർഡാമിലാണ് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച ഈ ഒരു പരിണാമം അരങ്ങേറിയത്. 1871-ൽ ഒരു വാസസ്ഥലം സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് 5 കന്നുകാലികൾ ഈ ദ്വീപിലേക്ക് എത്തുന്നത്. എന്നാൽ ആ ദൗത്യം പരാജയപ്പെടുകയും മനുഷ്യർ മടങ്ങുകയും ചെയ്തതോടെ ഈ 5 ജീവികൾ അവിടെ തനിച്ചായി. പിന്നീട് ഒരു നൂറ്റാണ്ടിലധികം കാലം മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ അവ ആ ദ്വീപിന്റെ അധിപരായി. 1980-കളിൽ ഇവയുടെ എണ്ണം 2000-ഓളമായി വർദ്ധിക്കുകയും ചെയ്തു. ഈ കന്നുകാലിക്കൂട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം അവയുടെ ശരീരപ്രകൃതിയിലായിരുന്നു. ദ്വീപിലെ പരിമിതമായ ഭക്ഷണ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ അവയുടെ ശരീരം സ്വയം ചെറുതായി തുടങ്ങി. ശാസ്ത്രഭാഷയിൽ ഇതിനെ ഇൻസുലർ ദ്വാർഫിസം എന്ന് വിളിക്കുന്നു. സാധാരണയായി ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട ഈ മാറ്റം വെറും 117 വർഷം കൊണ്ട് ആംസ്റ്റർഡാം ദ്വീപിൽ സംഭവിച്ചു. അതായത് ഏകദേശം 24 തലമുറകൾ വരും. ഇവയുടെ പൂർവികർക്ക് 550 കിലോയോളം ഭാരമുണ്ടായിരുന്നെങ്കിൽ ദ്വീപിലെ പശുക്കൾക്ക് ഇതിന്റെ പകുതിയോളം ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സസ്തനികൾ ഇത്ര വേഗത്തിൽ പരിണമിക്കുന്നത് പ്രകൃതിയിലെ അപൂർവമായ ഒരു കാഴ്ചയാണ്. കന്നുകാലികൾ എണ്ണത്തിൽ പെരുകിയത് ദ്വീപിന്റെ ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയായി. ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന അപൂർവമായ ഫൈലിക്ക നിറ്റിഡ മരങ്ങൾ ഇവ വ്യാപകമായി നശിപ്പിച്ചു. കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന ആംസ്റ്റർഡാം ആൽബട്രോസ് പക്ഷികളുടെ ആവാസ കേന്ദ്രങ്ങളും ഇവയുടെ കടന്നുകയറ്റം മൂലം തകർന്നു. ദ്വീപിന്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒടുവിൽ അധികൃതർക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. 80-കളിൽ ആരംഭിച്ച നിയന്ത്രണങ്ങൾക്കൊടുവിൽ 2010-ഓടെ അവശേഷിച്ച കന്നുകാലികളെയും പൂർണ്ണമായി നീക്കം ചെയ്തു. അതോടെ ദ്വീപ് പഴയ പച്ചപ്പിലേക്ക് മടങ്ങി തുടങ്ങി. ഇന്ന് ആ കന്നുകാലിക്കൂട്ടം ദ്വീപിലില്ല. എങ്കിലും പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവജാലങ്ങൾ എത്ര വേഗത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നതിന് ലോകത്തിന് മുൻപിലുള്ള ഏറ്റവും വലിയ പാഠമായി ആംസ്റ്റർഡാം ദ്വീപിലെ കന്നുകാലികൾ ചരിത്രമായി ഇന്നും നിലനിൽക്കുകയാണ്.